നീർച്ചാലുകളെ ഒക്കെ പുനരുദ്ധരിക്കുക, അവയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് തടസ്സപ്പെടാതെ നോക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കടമയായി കർത്തവ്യമായിട്ട് കാണുന്ന ഒന്നാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾക്കപ്പുറം കണ്ണും കാതും പുറത്തേക്ക് തുറന്നു വെച്ച് ജീവിതം നയിക്കണമെന്ന ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടി അടിപൊളിയായിരുന്നു. ഇഷ്ടംപോലെ അറിവുകൾ നേടിയിട്ടുണ്ടായിരുന്നു. നടപ്പാക്കേണ്ട ഒരു സംഭവമാണെന്ന് നല്ലപോലെ മനസ്സിലായി. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടത്തിവരുന്ന 3ാം ഘട്ട നീർത്തട സംരക്ഷണ യാത്രയ്ക്ക് സമാപനമായി. നീർത്തട സംരക്ഷണ യാത്രയുടെ ഭാഗമായി അങ്ങാടിപ്പുറം ഏറാന്തോട് ശുചീകരണവും വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടപ്പാക്കി വരുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട 3ാം ഘട്ട നീർത്തട സംരക്ഷണ യാത്രയ്ക്കാണ് സമാപനമായത്. സമാപന ദിവസം അലിഘട്ട് മുസ്ലിം യൂണിവേഴ്സിറ്റി പെരിന്തൽമണ്ണ ക്യാമ്പസിലെ ഡിഗ്രി LLB വിദ്യാർത്ഥികൾ നീർത്തട യാത്രയെ അനുഗമിച്ചു. കൃഷിയെയും നീർച്ചാലുകളെയും സംരക്ഷിക്കുക എന്നതാണ് കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ പ്രഥമ ലക്ഷ്യം. ഇതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ അങ്ങാടിപ്പുറം ഏറാന്തോടും പരിസര പ്രദേശവും ശുചീകരിച്ചത്. അലിഘട്ട് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ NSS വോളണ്ടിയർമാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഒഴുക്കുനിലച്ച ഏറാന്തോടിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമദാനം നടത്തിയതെന്ന് അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏറാന്തോട് എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള NSSലെ പ്രോഗ്രാം ഓഫീസറും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ വളരെയധികം ആവേശം തരുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണവും അതുപോലെ തന്നെ സഹകരണവുമാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുമായിട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നമുക്കെല്ലാവർക്കും അറിയാം. PMKSY എന്ന പേരോടുകൂടി അറിയപ്പെടുന്ന ആ പദ്ധതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകളെ ഒക്കെ പുനരുദ്ധരിക്കുക, അവയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് തടസ്സപ്പെടാതെ നോക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കടമയായി കർത്തവ്യമായിട്ട് കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഏറാന്തോട് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു തോടിൻ്റെ ഇപ്പോൾ ഈ ഒഴുക്ക് നിലച്ചിരിക്കുകയാണ്. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും മറ്റും മലിന വസ്തുക്കളൊക്കെ കൂടിയായി നമ്മുടെ ഈ ഒഴുക്ക് നിലച്ച ഏറാന്തോടിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ശ്രമദാൻ ഇവിടെ വെച്ച് നടത്തുന്നത്. നീർത്തട സംരക്ഷണ യാത്രയുടെ ഭാഗമായി മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്നിവയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് SS വോളണ്ടിയർമാർക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ ഗോപകുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി വിഭവ സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ക്വിസ് മത്സരത്തിന് അധ്യാപകരായ ഖാലിദ്, ഫാറൂഖ് എന്നിവർ നേതൃത്വം നൽകി. പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളപ്പുറം പ്രകൃതിയെക്കുറിച്ചും സാമൂഹിക ചുറ്റുപാടുകളെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അറിവ് പകർന്നു നൽകാൻ ഇത്തരം പരിപാടികളിലൂടെ സാധിക്കുമെന്ന് അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ പരിപാടിയിൽ പങ്കെടുത്തത്. നാട്ടറിവും കേട്ടറിവും ഒരേപോലെ കുട്ടികളിൽ അതിനുള്ളൊരു താല്പര്യം ഉണ്ടാക്കാവുന്ന രൂപത്തിൽ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾക്കപ്പുറം കണ്ണും കാതും പുറത്തേക്ക് തുറന്നു വെച്ച് ജീവിതം നയിക്കണമെന്ന ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടി അത്തരം സന്ദേശം നൽകുന്ന രൂപത്തിൽ ഈ പരിപാടിക്ക് എല്ലാവിധ കളവും ഒരുക്കിയ ഇവിടുത്തെ നല്ലവരായ ഗുരുജനങ്ങളോടും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോടുമുള്ള ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നതിനായി തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം പ്രധാനാധ്യാപകൻ അബ്ദുൾ മജീദ് പങ്കുവച്ചു. കുട്ടികൾക്കായുള്ള ഒരു ക്വിസ് മത്സര പരിപാടി തിരൂർക്കാട് AM ഹൈസ്കൂൾ തിരഞ്ഞെടുത്തതിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനോട് വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. മണ്ണ്, ജലം, ജൈവ സമ്പത്ത് എന്നിവ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, അവബോധം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയും അതുവഴി ഈ അവബോധം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയും ഉള്ള ഈ ഒരു പ്രോഗ്രാം തീർച്ചയായും സമൂഹം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. ഇത്തരം പരിപാടികളിലൂടെ കൂടുതൽ അറിവുകൾ സ്വായത്തമാക്കാനായതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും. ക്വിസ് മത്സരം നല്ല സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് നടന്ന ക്വിസ് മത്സരത്തിൽ പുതിയ കുറെ അറിവുകൾ നേടാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. അടിപൊളിയായിരുന്നു. കുറേ നല്ല കാര്യങ്ങൾ
മനസ്സിലാക്കാൻ പറ്റി. ഇന്ന് നടന്ന ക്വിസ് അടിപൊളി ക്വിസായിരുന്നു. ഈ ക്വിസിലൂടെ ഇഷ്ടംപോലെ അറിവുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ഈ ക്വിസിലൂടെ നമുക്ക് പ്രകൃതിയെക്കുറിച്ച് ഒരുപാട് അറിവുകൾ കിട്ടി. പ്രകൃതി സംരക്ഷണം ജീവിതത്തിൽ നടപ്പാക്കേണ്ട ഒരു സംഭവമാണെന്ന് നല്ലപോലെ മനസ്സിലായി. മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് ഈ AMHSS തിരൂർക്കാട് തെരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷം. ക്വിസ് മത്സരത്തിൽ റന ഫാത്തിമ 1-ാം സ്ഥാനവും അഖിൽ, റിൻഷ ഫാത്തിമ എന്നിവർ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. പ്രധാനാധ്യാപകൻ അബ്ദുൾ മജീദ്, ഡെപ്യൂട്ടി HM ഫാറൂഖ്, താമരത്ത് ഉസ്മാൻ, ഷൈജു, സുകന്യ, അധ്യാപകരായ ഉസ്മാൻ, തൗഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.